യേശു ക്രിസ്തുവിൽ ബഹുമാന്യരെ, ഈ ദിവസങ്ങളിലായിട്ടൊക്കെ ഞാൻ ലൈവിൽ മെസ്സേജിൽ വരുന്നത് വളരെ പരിമിതമായിരുന്നു. അതിൻ്റെ മുഖ്യമായ കാരണം നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി അവർകൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന 4 അർദ്ധരാത്രികൾ എന്ന് പറയുന്ന മെസ്സേജ് കണ്ണശ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുകയായിരുന്നു. വലിയ ഒരു കൂട്ടം ആളുകൾ അത് വായിക്കുവാനിടയായി തീർന്നു. 2.25 ലക്ഷം, 2 ലക്ഷം, 1.25 ലക്ഷം ഇങ്ങനെയുള്ള എണ്ണത്തിൽ അനേക ആളുകൾ ഇത് വായിക്കാൻ ഇടയായി തീർന്നു. അവരിൽ ആരെങ്കിലും ക്രിസ്തുവിനെ അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടുവാൻ അവസരമുണ്ടാകട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസന്റേഷൻ വളരെ കുറച്ച് ഞാൻ ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ എന്നെ സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ ദേഹം എനിക്ക് ഇംഗ്ലീഷിൽ യൂട്യൂബിലുള്ള ഒരു മെസ്സേജ് അയച്ചു തന്നു. ആ മെസ്സേജ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ള ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ ബിഷപ്പ് അയക്കുന്ന ബിഷപ്പ് ശാമുവേൽ എന്ന് പറയുന്ന ആളാണ് ആ സ്പീച്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. എബ്രായ, ഗ്രീക്ക്, അരാമയ ഭാഷകളിൽ ദീർഘവർഷങ്ങൾ വളരെ അധികം റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ള, ബൈബിളിന്റെ മൂലഭാഷയായ ഗ്രീക്കും എബ്രായ ഭാഷയും കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പണ്ഡിതനായിരിക്കുന്ന വ്യക്തിയാണ് ബിഷപ്പ് ശാമുവേൽ. ഏത് പർട്ടിക്കുലർ എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ ബിഷപ്പാണെന്ന് എനിക്കറിയാൻ വയ്യ. അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്കാണ് ഈ ബഹുമാന്യനായ ദേവദാസൻ എനിക്ക് അയച്ചു തന്നത്. ഞാനത് കേട്ട് ഒരു പക്ഷെങ്കിൽ അതിന് ഒരു ഉചിതമായ മറുപടി പറയുന്നെങ്കിൽ അത് ആളുകൾക്ക് പ്രയോജനമായി തീരുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ പഠനം വളരെ വിചിത്രമായ നിലയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ലോക പ്രശസ്തമായിരിക്കുന്ന ബൈബിളിലെ ആ വാക്യത്തിന്റെ ഒരു നൂതനമായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായി ഒറിജിനൽ ഗ്രീക്കിൽ എഴുതിയിട്ടുള്ള ആ വചനത്തിന്റെ എക്സ്പോസിഷൻ, അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം ആ വീഡിയോയിൽ പറയുകയാണ്. അല്പം റൂട്ട് മീനിങ്ങോടുകൂടിയ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹം പറഞ്ഞതും ഞാനിപ്പോൾ മറുപടി പറയുന്നതുമായിട്ടുള്ള ഈ വിശദീകരണം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിഷപ്പ് ശാമുവേലിനെ പോലെ ഒരു ഗ്രീക്ക് പണ്ഡിതനോ എബ്രായ അരാമ്യ ഭാഷാ പണ്ഡിതനോ ഒന്നുമല്ല ഞാൻ. ഒരു സാധാരണ വേദ വിദ്യാർത്ഥിയാണ്. എങ്കിലും ഗ്രീക്ക് ബൈബിൾ വായിക്കാനും അതിനകത്തെ അത്യാവശ്യമായിരിക്കുന്ന അർത്ഥങ്ങൾ ലെക്സിക്കന്റെ സഹായത്തോടെ മനസ്സിലാക്കാനും ദൈവം എളിയ നിലയിൽ പ്രാപ്തനാക്കിയിട്ടുണ്ട്. ആദ്യമായി തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വചനഭാഗത്തിന് അദ്ദേഹം പറയുന്നത് AD 90-ൽ പാപ്പിറസ് റീഡുകളിൽ എഴുതിയിട്ടുള്ള യോഹന്നാന്റെ ഈ വചനഭാഗം, യോഹന്നാൻ 3:16, ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള പാപ്പിറസ് റീഡിൽ യോഹന്നാൻ എഴുതിയിട്ടുള്ള ഒറിജിനൽ വാക്യം, അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ഏറിയ നാളിലായി, പ്രത്യേകിച്ച് 17-ാം നൂറ്റാണ്ട് മുതൽ വായിച്ചു വരുന്ന അർത്ഥവ്യാപ്തിയിൽ നിന്ന് വ്യത്യസ്തമാണ് ആ വാക്യത്തിന്റെ വ്യാഖ്യാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തില് 39 വർഷക്കാലം ഈ എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഭാഷകളുടെ എറ്റിമോളജി, അടിസ്ഥാനപരമായ അതിന്റെ അർത്ഥം ഗവേഷണം ചെയ്ത് പഠിച്ചിട്ടുള്ള ബിഷപ്പ് ശാമുവേൽ അദ്ദേഹം പറയുന്നു, 1604 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജെയിംസ് അന്ന് നിലവിലിരുന്ന 2 പ്രശസ്തമായ ബൈബിൾ ഉണ്ടായിരുന്നു. ഒന്ന് ജനീവ ബൈബിൾ, 2 ബിഷപ്സ് ബൈബിൾ. ഈ ബൈബിളിൽ രണ്ടും ബ്രിട്ടനിലെ രാജാക്കന്മാരെ അതിരൂക്ഷമായ നിലയിൽ വിമർശിക്കുന്ന ബൈബിൾ ഭാഷയിൽ എഴുതിയിട്ടുള്ള ബൈബിൾ ആയിരുന്നു.
അതുകൊണ്ട് അദ്ദേഹം ബൈബിളിന് നൂതനമായിരുന്ന ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാകുവാൻ ഏതാണ്ട് 54 വേദ പണ്ഡിതന്മാരായ ഭാഷാ പണ്ഡിതന്മാരായ ആളുകളെ വ്യാജകൊട്ടാരത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു. അതിൽ 47 പേരെ വേദപുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം നിയോഗിച്ചു. അങ്ങനെ ആ 47 വേദ പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരുമായ ആളുകൾ അവര് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ താല്പര്യപ്രകാരം രാജാക്കന്മാർക്ക് വിമർശനം ഉണ്ടാകാത്തതും അതേസമയത്ത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇംഗിതത്തിന് വിധേയമായ നിലയിലും 6 നിർദ്ദേശങ്ങൾ ഈ ട്രാൻസ്ലേറ്റേഴ്സിന് നൽകിയതായും ആ നിർദ്ദേശങ്ങളിൽ അതിപ്രധാനമായ ഒന്ന് റൂട്ട് ലാംഗ്വേജ് വായിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയുടെ ആ റൂട്ട് അർത്ഥം വാസ്തവത്തിലെ പ്രൈമാഫേസിയ മനസ്സിലാക്കാൻ പ്രയാസമുള്ള രംഗങ്ങളിൽ ആ മെജോറിറ്റി വ്യാഖ്യാന രീതി അവലംബിച്ചുകൊണ്ട് ആ വാക്കുകൾക്ക് മീനിങ് കൊടുക്കണമെന്നും അങ്ങനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ വിശ്വാസം അനുസരിച്ച് എനി സിന്നർ ഹൂ ബിലീവ്സ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വൺസ് ഫോർ ഓൾ ഹി ഈസ് സേവ്ഡ് ആൻഡ് ഹിസ് സാൽവേഷൻ ഈസ് സെക്യൂർഡ് എന്നുള്ള ആ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ താല്പര്യം അനുസരിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ ട്രാൻസ്ലേറ്റേഴ്സ് 47 ട്രാൻസ്ലേറ്റേഴ്സ് അവര് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് AD 90 യോഹന്നാൻ എഴുതിയിട്ടുള്ള പാപ്പിറസ് റീഡുകളിലെ യോഹന്നാന്റെ 3:16 വ്യാഖ്യാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, 1526 ടിൻഡെയിലിന്റെ ബൈബിളിലും 1535 1560 ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ട്രാൻസ്ലേഷനുകളിലും ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 ഇന്ന് നമ്മൾ കാണുന്ന പോലെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എന്റെ ബഹുമാന്യ കേൾവിക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഗ്രീക്ക് ഒരു പക്ഷെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ ഗ്രീക്കിന്റെ ഓതറൈസ്ഡ് ബൈബിളിൽ നിന്ന് ആ വാക്യാംശം ഉദ്ധരിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ് യോഹന്നാൻ 3:16 ഊട്ടോസ് ഗാർ ശ്രദ്ധ കേൾക്കണം, ഊട്ടോസ് ഗാർ ഹെഗാപേസേൻ ഊട്ടോസ് ഗാർ എഗാപേസേൻ ഓ തയോസ്റ്റോൻ കോസ്മോൻ ഓസ്റ്റേറ്റോൻ ഹുയോൻടോൻ മോണോജനെ എഡോക്കേൻ ഹീന പാസ് ഹോ പിസ്റ്റിയോൺ പാസ് ഹോ പിസ്റ്റിയോൺ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്. ഐസ് ഓട്ടോൺ മേ അപ്പോലേറ്റായി അൽ എക്കോ സോയേൻ ഐനോണിയോൻ ഇതാണ് വാക്യം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഓട്ടോസ് ഗാർ എഗാപേസേൻ ഹോ തെയോസ്റ്റോൻ കോസ്മോൻ ഹോസ്റ്റേറ്റോൻ ഹുയോൻടോൻ മോണോജനെ എഡോക്കേൻ ഹീന പാസ് ഹോ പിസ്റ്റിയോയോൻ ഐസ് ഓട്ടോൺ മേ അപ്പൊലന്റായി അൽ എക്കോ സോയൻ അയോണിയോൻ ഇതാണ് ആ യോഹന്നാൻ 3:16 ഞാൻ ഗ്രീക്കിൽ വായിച്ച് കേൾപ്പിച്ചത്. സത്യത്തിൽ ഇതിന്റെ ഓരോ വാക്കുകളും അതായത് ഊട്ടോസ് ഗാർ എഗപെർസേസൻ ഹോ തെയോസ് ടോൺ കോസ്മോൻ ഓസ്റ്റോ ടോൺ ഹുയോൻ ടോൺ മോണോജനെ എഡോക്കെയിൻ ഹേന പാസ് ഹോ പിസ്റ്റോൺ ഐസ് ഓട്ടോൺ മേ അപ്പൊലറ്റായി അൽ എക്കോ സോയൻ അയോണിയോൻ ഇതിന്റെ ഓരോ വാക്കുകളും പാർട്സ് ചെയ്ത് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോ വളരെ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ആ വാക്കുകൾ പാർട്സ് ചെയ്ത് അതുപോലെ ഒരു ഒറിജിനൽ മീനിങ് പറയാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് സമയമെടുക്കും. ഇവിടെ നമ്മുടെ ബിഷപ്പ് ശാമുവേല് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അർത്ഥം ഇതാണ്. യോഹന്നാൻ 3:16 വില്യം ടിൻഡെയിൽ മുതലായ ആളുകൾ അതേ തുടർന്നുണ്ടായ 1526 1535 1560 ഈ നാളുകളിലെ ഭാഷാന്തരങ്ങളിലൊക്കെ കിങ് ജെയിംസ് ബൈബിളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ വചനത്തിന്റെ
ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് നോക്കണം, പാസ് ഹോ പിസ്റ്റയോൺ, പാസ് ഹോ പിസ്റ്റയോൺ, ഹൂസോ എവർ ബിലീവ് എന്ന് കിങ് ജെയിംസ് ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ അതിനകത്ത് അദ്ദേഹം പാസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഓൾ എന്നാണ്. അപ്പോ ഓൾ ഹൂ ബിലീവ്സ് എന്നതിന്റെ അർത്ഥം പാസ് ഹോ പിസ്റ്റയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ പിസ്റ്റയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ ഹൂ ബിലീവ്സ് എന്നാണ്. അതിന് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് ഒരു ഫൈനൈറ്റ് വെർബാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ക്രിയയാണ്, പൂർണ്ണ ക്രിയയാക്കുന്ന പദപ്രയോഗമാണ്. പാസ് എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ്. ഹോ പിസ്റ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്. പിസ്റ്റയോൺ എന്ന് പറയുന്ന വാക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് വാസ്തവത്തില് ഒരു വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസിനെ കുറിച്ചല്ല, അത് ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഓൾ ഹൂ continue to be believing to this time, all those who continue to be believing to this time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും വിശ്വാസത്തിൽ തുടർന്നു വരുന്ന, അല്ലെങ്കിൽ ഇതുവരെയും ആ വിശ്വാസത്തിൽ തുടർന്നു പോകുന്ന, അല്ലെങ്കിൽ ഇതുവരെയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് രക്ഷിക്കപ്പെടും എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്നാണ് ബിഷപ്പ് തോമസ് ശാമുവേൽ പറയുന്നത്. അതിന് അദ്ദേഹം ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട്. താൻ അവലംബമായി ഉപയോഗിക്കുന്നത് AD 90 യോഹന്നാൻ ഒറിജിനലി എഴുതിയിരിക്കുന്ന പാപ്പിറോസ് റീഡിന്റെ പകർത്തിയെഴുത്തുകൾ അദ്ദേഹത്തിന് റോമിലെ സെമിനാരിയിൽ നിന്നും അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്നും അദ്ദേഹം കളക്ട് ചെയ്തതായി പറയപ്പെടുന്ന ആശയമാണ്. രണ്ടാമത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഇവിടെ പറയപ്പെടുന്ന പാസ് ഹോ പിസ്റ്റയോൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കോസ്മോൻ എന്ന് പറയുന്ന വാക്കാണ്. ഹോ തെയോസ്റ്റോൺ കോസ്മോൻ, എഗാപേസേൻ ഹോ തെയോസ്റ്റോൺ കോസ്മോൻ. ഇപ്പം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അറിയാവോ, അഗാപ്പാവോ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റൻസ് ആണ് എഗാപാസേൻ എന്ന് പറയുന്നത്. എഗാപാസേൻ എന്ന് പറഞ്ഞാൽ ഗോഡ് സോ ലൗഡ് എന്നാണ് അർത്ഥം. ഊട്ടോസ് ഗാഡ് എഗാപാസേൻ ഹോ തെയോസ് ടോൺ കോസ്മോൻ, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് ആ വചനഭാഗത്തിന്റെ ഗ്രീക്കിന്റെ ശരിയായ ഭാഷാന്തരം. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇവിടെ കോസ്മോസ് എന്ന് പറയുന്ന കിങ് ജെയിംസ് ബൈബിളിൽ വാസ്തവത്തില് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തെയും, അതായത് ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യവർഗം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ കിങ് ജെയിംസ് ബൈബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളവരായി ഭൂമിയിലുണ്ടോ, ഇനിയും ഭൂമിയിൽ വരും ലോകത്ത് ജനിക്കാനുള്ളവരുണ്ടോ, ആ മാനവതയെ മൊത്തമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ ഹോ തെയോസ്റ്റോൺ കോസ്മോൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കിങ് ജെയിംസ് ബൈബിളിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ലോകത്തെ എന്ന് പറഞ്ഞാൽ സർവ്വ മാനവ ലോകത്തെയും മാനവ ജാതിയെയും ദൈവം സ്നേഹിച്ചു എന്നാണ്. എന്നാൽ ബിഷപ്പ് ശാമുവേൽ പറയുന്നത് ഈ പദം യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷങ്ങളിലും അതുപോലെ തന്റെ 3 ലേഖനങ്ങളുമായി 105 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രീക്കിലെ പറയപ്പെട്ട കോസ്മോസ് എന്ന് പറയുന്ന വാക്ക് 105 പ്രാവശ്യം യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷത്തിലും അദ്ദേഹത്തിന്റെ 3 ലേഖനങ്ങളിലുമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന് 2 വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, പൊതുവെ ലോകത്തെ അല്ലെങ്കിൽ ഈ കോസ്മിക് വേൾഡിനെ സൂചിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത് പറയുന്നത് ഓൾ ഹ്യൂമൻ ബീങ്സ് who belongs to God, all human beings belongs to God എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് അവകാശപ്പെട്ട ജനം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനെ ട്രേസ് ബാക്ക് ചെയ്ത് AD 256 പോയിട്ട് അന്നത്തെ സഭാപിതാക്കന്മാരിൽ ഒരുവനായിരുന്ന അലക്സാണ്ട്രിയയിലെ ബിഷപ്പും സഭാപിതാക്കന്മാരിൽ ഒരാളുമായിരുന്ന ഒറിഗൻ എന്ന് പറയുന്ന ആളിന്റെ ട്രാൻസ്ലേഷനിലേക്കും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിലേക്കും മടങ്ങിപ്പോയിട്ട് ബിഷപ്പ് ശാമുവേൽ പറയുന്നത് എന്നറിയാമോ? അവിടെ പറയുന്നത്
അത് വാസ്തവത്തിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തെയും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തിങ്കിലേക്ക് വിശ്വാസത്തിൽ വരുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തിനോട് ബന്ധപ്പെട്ടവരാണ്. അവരെ ദൈവം സ്നേഹിച്ചു എന്നാണ്. ഞാൻ അതിൽ നിന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമേ ഉള്ളൂ. ബിഷപ്പ് ശാമുവേൽ ഒരു കാൽവിനിസ്റ്റാണ്. അതായത് കാൽവിൻ തിയോളജി, പ്രത്യേകിച്ച് കാൽവിന്റെ രക്ഷാതത്വശാസ്ത്രം അസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു അമേരിക്കൻ ബിഷപ്പാണ് ബിഷപ്പ് ശാമുവേൽ. അതിന് അദ്ദേഹം പറയുന്ന 1526 വില്യം ടിൻഡെയിലിന്റെ ട്രാൻസ്ലേഷൻ ബൈബിളിനകത്ത് അദ്ദേഹം ഓൾ ഹൂ ബിലീവ്സ് ഇൻ ദി സൺ ഓഫ് ഗോഡ്, അതായത് മോണോജനെ എഡോക്കോൻ ഹീന പാസ് ഓപിസ്റ്റിയോ, അതായത് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരും എന്നതിന് പകരം എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതിന്, അതായത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നതിന് പകരം നൺ ദാറ്റ് ബിലീവ്സ് ഷുഡ് നോട്ട് പെരിഷ് എന്നാണ് വില്യം ടിൻഡെയിൽ അദ്ദേഹത്തിന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലണ്ടിലെ ഈ ആളുകൾക്ക് ആ ട്രാൻസ്ലേഷൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം വില്യം ടിൻഡെയിലിന്റെ ആ പരിഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരും ഇംഗ്ലണ്ടിലെ ഭരണാധിപന്മാരും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ടിൻഡെയിലിനെ അവരെ കരിച്ച് കൊന്നത്. അങ്ങനെ കൊന്നതും അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ വൈഡ് സ്പ്രെഡിംഗ് ആയി പ്രചാരത ലഭിക്കാതെ പോയതും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിനകത്ത് നൺ ദാറ്റ് ബിലീവ് ഷുഡ് നോട്ട് പെരിഷ് എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ, വിശ്വസിക്കുന്ന ഒരുവനും, എല്ലാവരുമല്ല, വിശ്വസിക്കുന്ന ഏവനുമല്ല, വിശ്വസിക്കുന്ന ആരും തന്നെ നശിച്ചു പോകാതെ. അപ്പൊ ഞാൻ ഈ ബിഷപ്പ് ശാമുവേലിന്റെ ഈ ബൈബിൾ ക്ലാസ് വളരെ കൃത്യമായി കേട്ടു. ഒന്നല്ല 2 പ്രാവശ്യം കേട്ടു. അദ്ദേഹം വളരെ എലോക്വന്റ് ആയിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വേദപണ്ഡിതനാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എബ്രായ, ഗ്രീക്ക്, അരാമിയ ഭാഷകളിൽ അത്യഗാധമായ ജ്ഞാനമുള്ള ആളാണ് എന്നതിനും യാതൊരു സംശയവും എനിക്കില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന വിഷയം അദ്ദേഹം ഒരു കാൽവിനിസ്റ്റാണ്. കാൽവിന്റെ തിയോളജിയാണ് ഗോഡ് ലവ്ഡ് ഓൺലി ദോസ് ഹു ആർ ചോസൺ ഇൻ ക്രൈസ്റ്റ് ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ചില രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തെന്നും ആ തിരഞ്ഞെടുത്തവരെയാണ് ദൈവം സ്നേഹിച്ചതെന്നും ആ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രൂസിൽ വന്നതെന്നും അതുകൊണ്ട് അറ്റോൺമെന്റ്, പാവപരിഹാര ബലി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ കാൽവിൻ തിയോളജി പഠിപ്പിച്ചത്. കാൽവിന്റെ ആ ദുരുപദേശമാണ് സ്ട്രിക്റ്റ് കാൽവിനിസം എന്ന പേരിൽ ക്രൈസ്തവ ലോകത്ത് അറിയപ്പെടുന്നത്. കാൽവിനിസ്റ്റുകളാകുന്ന ധാരാളം ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. അവര് ദൈവത്തെ ഒരു സോവറൈനായിരിക്കുന്ന ഡിക്റ്റേറ്ററായിട്ടാണ് കാണുന്നത്. അതായത് സർവാധികാരിയായിരിക്കുന്ന ഒരു ഭരണാധികാരി, മനുഷ്യന്റെ വിശ്വാസനോ അവന്റെ ഇച്ഛയ്ക്കോ സ്വാതന്ത്ര്യത്തിനോ ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു റൂളറായിട്ടാണ് ദൈവത്തെ ഈ കാൽവിന്റെ ആളുകൾ കാണുന്നത്. അല്ല, കാൽവിൻ തന്നെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബിഷപ്പും ആ തിയോളജി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വായിച്ച ഈ ഗ്രീക്ക് ബൈബിൾ അന്താരാഷ്ട്രമായി ക്രൈസ്തവർ അംഗീകരിച്ചു വരുന്ന ഒരു ഓതറൈസ്ഡ് ഗ്രീക്ക് ബൈബിളാണ്. ഇനി വേറെ ധാരാളം ബൈബിൾ നമുക്കുണ്ട്. ഡോക്ടർ റോബർട്ട്സൺ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളുടെ വാസ്തവത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കത്ത് അലാൻഡ്, മാത്യു ബ്ലാക്ക്, കാർലോ എം മാർട്ടിനി, ബ്രൂസം മെസ്കർ ആൻഡ് അലൻ വിഗ്രൻ എന്ന് പറയുന്ന ഇത്രയും ആളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂ ടെസ്റ്റ്മെന്റ് ടെക്സ്റ്റുവൽ റിസർച്ചിന്റെ ആളുകളായിരുന്നു. അവരാണ് വാസ്തവത്തില് ഇത് റിസർച്ച് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രീക്ക് ബൈബിള് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വാസ്തവത്തില് ഉള്ള വാക്യമാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. ഈ വാക്യപ്രകാരം ഇപ്പം ബിഷപ്പ് ശാമുവേലിന്റെ ടീച്ചിങ്ങിന്റെ എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ലോകത്തിലെ മുഴുവൻ മാനവജാതിയെയും സ്നേഹിച്ചല്ല തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത്, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുമോ അവർക്ക് വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ അയച്ചു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വിഷയം പാസ്വോ പിസ്റ്റിയോൻ എന്ന് പറയുന്നത്
അവിടെ ഈ ആരെല്ലാം വിശ്വസിക്കുന്ന ഏവനും എന്ന അർത്ഥത്തിലല്ല, ഇന്ന് വരെയും വിശ്വാസത്തിൽ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സാൽവേഷൻ ഈസ് നോട്ട് എ വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസ് that a believer should claim that the moment he believed in the Lord Jesus Christ, he is saved, and once saved is saved forever എന്ന് പറയുന്ന ഉപദേശമല്ല. മറിച്ച് ഇന്ന് വരെയും വിശ്വാസത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് യോഹന്നാനില് ഈ 3:14 പാസ് ഹോ പിസ്റ്റോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പ്രസന്റ് ആർട്ടിക്കിൾ ആണ്, അല്ലാതെ അത് ഒരിക്കൽ മാത്രമായി ഉള്ള ഒരു അനുഭവത്തെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എല്ലായിടങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ്. പ്രവൃത്തി 16:31 ഫിലിപ്പിയൻ കാരാഗ്രഹപ്രമാണിയോട് പൗലോസ് പറയുമ്പോൾ, ബിലീവസ്റ്റ് ദൗ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദൗ ഷാൽ ബി സേവ്ഡ്. അതൊരു വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസ് ആണ്. ഫിലിപ്പിയിൽ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ഗോഡ് ഓപ്പൺ ദി ഐ ഓഫ് ദ ഹാർട്ട് ഓഫ് ലിഡിയ ആൻഡ് ഷീ ബിലീവ്ഡ് എന്നാണ് വായിക്കുന്നത്. അവളുടെ ഹൃദയം കർത്താവ് തുറക്കുകയും അവൾ വിശ്വസിക്കുകയും ചെയ്തു. സോ ഷീ വാസ് സേവ്ഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറയുമ്പോൾ, വീണ്ടും ജനതയ്ക്ക് പറയാം, ഹീ ദാറ്റ് ഈസ് ബോൺ ഓഫ് ദ ഫ്ലഷ് ഈസ് ഫ്ലഷ് ആൻഡ് ദെയർഫോർ യു മസ്റ്റ് ബി ബോൺ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് വാട്ടർ. നീ ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, അവിടെ നീ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ന്യായമായ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ മാൻ ടു റീ എൻറ്റർ ഹിസ് മദേഴ്സ് വൂംബ് ആൻഡ് ദെൻ കം ഔട്ട്? അതൊരിക്കലും സാധിക്കില്ലല്ലോ. അപ്പൊ കർത്താവ് എന്താ കർത്താവ് പറഞ്ഞത് ഈ പുതുതായി ജനിക്കുക എന്നുള്ള വിഷയമാണ്. ആ ജനനം ഒരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ. വാസ്തവത്തില് യോഹന്നാൻ 3:14 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, റീജിയൻ ഓർ ടൈം ആൻഡ് സ്പേസ്, God has promised salvation to the entire mankind. ലോകത്തിലെ സകല മനുഷ്യവർഗത്തിനും ഉള്ള രക്ഷയാണ്. അല്ലാതെ ബിഷപ്പ് ഷാമുൽ പറയുന്ന പോലെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, കർത്താവിനോട് ബന്ധപ്പെട്ടുള്ള കർത്താവിൽ ഇന്നുവരെയും വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ തുടരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അനുഭവമാണ് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ. ഒരുവൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്ക് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഈ കരിസ്മാറ്റിക്കിൽ ചില ആളുകൾ പഠിപ്പിക്കുന്ന ഉപദേശത്തോട് താതാത്മ്യതയുള്ളതാണ്. അപ്പൊ ഇത് ഒരു സെമി കരിസ്മാറ്റിക് ആണെന്നും എനിക്ക് സംശയമുണ്ട്. ആ കാര്യം റോമർ 8 വായിക്കുമ്പോൾ അവിടെ ഒരു കൊനഷ്ടുണ്ട്. അതെന്തറിയാമോ? അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് വാക്യം. അപ്പൊ അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഒരല്പ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് വായിച്ചിട്ടാണ് ഈ രക്ഷ ഒരിക്കൽ പ്രാപിച്ച ആളുകൾ